എന്താണ് എക്സ്പോഷർ കോമ്പൻസേഷൻ? നിങ്ങളുടെ ക്യാമറയുടെ ക്രിയേറ്റീവ് മോഡിൽ നിങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്താനുള്ള ഒരു സെറ്റിംഗ് ആണ് എക്സ്പോഷർ കോമ്പൻസേഷൻ. ഇത് ക്യാനൺ ക്യാമറകളിൽ ക്രിയേറ്റീവ് മോഡിൽ മാനുവൽ മോഡ് ഒഴികെ ഷട്ടർ പ്രയോറിറ്റി മോഡ്, അപ്പർച്ചർ പ്രയോറിറ്റി മോഡ്, പ്രോഗ്രാം മോഡ് എന്നീ മോഡുകളിലൊക്കെയും തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റും. നിക്കോൺ ക്യാമറയിലാണെങ്കിൽ ക്രിയേറ്റീവ് മോഡിലുള്ള എല്ലാ ഓപ്ഷൻസിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതായത് മാനുവൽ മോഡിൽ പോലും നിങ്ങൾക്ക് എക്സ്പോഷർ കോമ്പൻസേഷൻ നിക്കോൺ ക്യാമറകളിൽ ചെയ്തു വയ്ക്കാൻ സാധിക്കും. എന്താണ് എക്സ്പോഷർ കോമ്പൻസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ഫോട്ടോ എടുക്കുമ്പോൾ എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് കൊണ്ടുവന്നിട്ട്, അതായത് ചിത്രത്തിന്റെ ബ്രൈറ്റ്നസ് കൃത്യമാക്കിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ഇനി ഒരു പ്രത്യേക ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ചിത്രങ്ങളെല്ലാം തന്നെ ഒരു സ്റ്റെപ്പ് ഓവർ ബ്രൈറ്റ് ആയിട്ട് കിട്ടണം. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ് ഫോട്ടോ എടുക്കുന്നത്, അതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രത്യേക ക്രൈറ്റീരിയയിലുള്ള ചിത്രങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത്. നോർമൽ അവസ്ഥയിൽ അല്ലെങ്കിൽ എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വ്യക്തമായി കാണാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് ക്യാമറയ്ക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ എടുക്കുന്ന എല്ലാ ചിത്രങ്ങളും ഒരു സ്റ്റെപ്പ് ഓവർ എക്സ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് അണ്ടർ എക്സ്പോസ് ചെയ്യണം, അതും അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് അണ്ടർ ചെയ്യണം, ഓവർ ചെയ്യണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എക്സ്പോഷർ വാല്യൂവിൽ എക്സ്പോഷർ മീറ്റർ 0 എന്ന പൊസിഷനിൽ മാറ്റിയിട്ട് അതിനെ ഒരു നിശ്ചിത എക്സ്പോഷർ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് എക്സ്പോഷർ കോമ്പൻസേഷൻ. എക്സ്പോഷർ കോമ്പൻസേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാനൺ ക്യാമറയിൽ മാനുവൽ മോഡ് ഒഴികെ മറ്റുള്ള മോഡുകളിലും നിക്കോൺ ക്യാമറയിൽ എല്ലാ മോഡുകളിലും ഇത് നിങ്ങളുടെ ചിത്രം ആ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ രീതിയിലേക്ക് ചിത്രത്തിന്റെ ബ്രൈറ്റ്നസ് മാറ്റം വരുത്തി തരും. ഉദാഹരണത്തിന് നിങ്ങൾ +1 ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എല്ലാ ചിത്രങ്ങളും 1 സ്റ്റെപ്പ് ഓവർ എക്സ്പോസ്ഡ് ആയിരിക്കും. ഇനി നിങ്ങൾ -2 ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എല്ലാ ചിത്രങ്ങളും 2 സ്റ്റെപ്പ് അണ്ടർ എക്സ്പോസ്ഡ് ആയിരിക്കും. നിക്കോൺ ക്യാമറയിൽ ഇതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്. അത് നിങ്ങൾ അത് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ അപ്പർച്ചർ ഡയൽ തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ്പോഷർ കോമ്പൻസേഷൻ മാറ്റാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിക്കോൺ ക്യാമറാസിൽ ഇത് നിങ്ങൾ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് വളരെ ഓർമ്മയോടുകൂടി തന്നെ അത് 0 പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാൻ വേണ്ടി പ്രത്യേകം ഓർക്കണം. ക്യാനൺ ക്യാമറയിലാണെങ്കിൽ മാനുവൽ മോഡിൽ എക്സ്പോഷർ കോമ്പൻസേഷൻ വർക്ക് ചെയ്യാറില്ല, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വറിയിടാവേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഷട്ടർ പ്രയോറിറ്റി മോഡ്, അപ്പർച്ചർ പ്രയോറിറ്റി മോഡ് അല്ലെങ്കിൽ പ്രോഗ്രാം മോഡൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പോഷർ കോമ്പൻസേഷൻ 0യിൽ നിന്ന് നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഫോട്ടോ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് 0യിലേക്ക് റീസെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഓർക്കണം. ഇനി എങ്ങനെയാണ് എക്സ്പോഷർ കോമ്പൻസേഷൻ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നിക്കോൺ ക്യാമറയിലെ ഒട്ടുമിക്ക ക്യാമറകളിലും എക്സ്പോഷർ കോമ്പൻസേഷന് ഒരു +or- എന്ന് എഴുതിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഷട്ടർ സ്പീഡിൻ്റെ ഡയൽ അല്ലെങ്കിൽ അപ്പർച്ചർ ഡയൽ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സ്പോഷർ കോമ്പൻസേഷൻ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനി ഡെഡിക്കേറ്റഡ് ബട്ടൺ ഇല്ലാത്തവർ സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ ബോട്ടം കോർണറിലായിട്ട് നിങ്ങൾക്ക് ഒരു 0 എന്നുള്ളൊരു വാല്യൂ കാണാം. നിങ്ങൾ ഐ മെനു വഴി അവിടെ പോയിട്ട് ആ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ എക്സ്പോഷർ കോമ്പൻസേഷൻ. അവിടെ നിങ്ങൾക്ക് +or- എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള വാല്യൂ അത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ക്യാനൺ ക്യാമറാസിലാണെങ്കിൽ ഷട്ടർ പ്രയോറിറ്റി, അപ്പർച്ചർ പ്രയോറിറ്റി, അതുപോലെ പ്രോഗ്രാം മോഡിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പർച്ചർ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എക്സ്പോഷർ കോമ്പൻസേഷൻ സെറ്റ് ചെയ്യാം. നിങ്ങൾ ഷട്ടർ പ്രയോറിറ്റി മോഡിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പർച്ചറിൻ്റെ ഡയൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക എക്സ്പോഷർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ക്യാമറ മോഡുകളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഈ ഒരു ഭാഗം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഭാഗം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് എക്സ്പോഷർ കോമ്പൻസേഷൻ വർക്ക് ചെയ്യുന്നത്, അതുപോലെ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു സെഷനിലേക്ക് പോകാം.